2 വർഷക്കാലത്തെ അതിൻ്റെ മദ്യനയം വ്യക്തമായി ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. ആ മദ്യനയത്തിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ആകെ വേണ്ട ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, അതുപോലെ തന്നെ ബിയർ, ഇതിനാണ് പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. ഇതെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് മദ്യനയം. അപ്പോൾ പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ആകെയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കും. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ആ നിലപാട് ഇപ്പോഴും പറഞ്ഞതല്ല, 2023, 2024 ഒക്കെ പറഞ്ഞിട്ടുള്ള നയം തന്നെയാണ്. ആ നയത്തിൽ നിങ്ങൾക്ക് എവിടെയാ എതിർപ്പ്? വെറുതെ സമരം നടന്നു പറഞ്ഞാൽ പോരല്ലോ. എന്തിലാ എതിർപ്പ്? ഇവിടെ ഇപ്പോഴ് പ്രധാനമായിട്ടും ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന 8 ഡിസ്റ്റിലറി ഉണ്ട്, 8 എണ്ണം. അതേപോലെ ബ്ലെൻഡിങ് യൂണിറ്റുകൾ 10 എണ്ണം ഉണ്ട്. പിന്നെ 2 ബ്രൂവറി ഉണ്ട്. ഇത് UDFൻ്റെയും LDFൻ്റെയും കാലത്താകെ കേരളത്തിൽ സ്ഥാപിച്ചതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ആരെങ്കിലും ഏകപക്ഷീയമായിട്ട് സ്ഥാപിച്ചതല്ല എന്നർത്ഥം. UDFൻ്റെ കാലത്തും LDFൻ്റെ കാലത്തും സ്ഥാപിച്ചതാണ് ഈ പറഞ്ഞ നമ്പറെല്ലാം. ഒന്നും ടെൻഡർ അടിസ്ഥാനപ്പെടുത്തി വിളിച്ചതല്ല. UDFൻ്റെ കാലത്തുമല്ല, LDFൻ്റെ കാലത്തുമല്ല. ടെൻഡർ വിളിക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്നുണ്ടാവുക, എന്നിട്ട് അതിന് ടെൻഡർ വിളിക്കുക എന്നുള്ളത്. ഇതെല്ലാ സംരംഭങ്ങളെയും അംഗീകരിച്ചുകൊണ്ടാണ് പോയത്. ആ UDFൻ്റെ ഗവൺമെൻറ് കാലത്തൂടെ LDFൻ്റെ കാലത്തും അത് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്.